നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. ആലുവ അതുൽ കൊലക്കേസിൽ 4 പ്രതികൾ പിടിയിൽ. 2 പ്രതികൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. കൊല്ലം ജില്ലയുടെ അതിർത്തികളിൽ അന്വേഷണം ശക്തമാക്കുമെന്നും ജില്ലയ്ക്ക് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ആക്ഷനിൽ പങ്കെടുത്ത 2 പേരും കോ-അക്യൂസ്ഡ് 2 പേരും പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ടായിരുന്ന വണ്ടികളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കാര്യവും ഞങ്ങൾ പിടിക്കും. അതിൽ യാതൊരു ഇൻടോളറൻസും കാണിക്കില്ല. സോ ദർ ഇസ് നോ ഇൻടോളറൻസ് ഓൺ ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. താങ്ക് യു. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഞെട്ടിക്കുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും പിടിയിലായോ? അമൃത, നിലവിൽ 4 പേരെയാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. അതിലധികം പേർ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരും നേരിട്ടല്ലാതെ പങ്കെടുത്ത 2 പേരും, അങ്ങനെ 4 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പ്രതികളെ പിടിക്കുന്ന നടപടിയിലടക്കം എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലതയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർ ഈ കരുനാഗപ്പള്ളി ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാനോ മറ്റ് ദൂര സ്ഥലങ്ങളിലേക്ക് പോകാനോ ഒന്നും പ്രതികൾ നിന്നില്ല. ഈ പരിസരത്ത് തന്നെ അവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്താൻ അധിക സമയം പോലീസിന് വേണ്ടി വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ ആലുവ അതുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടാകാം എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പോലീസിന് ഉണ്ടായിരുന്നതാണ്. അത് എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ള വിവരവും പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതികൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ശ്രദ്ധ തെറ്റിയ സമയത്താണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പ്രതികളെ നേരത്തെ തന്നെ പോലീസ് ഈ നിരീക്ഷണ വലയത്തിൽ ഉണ്ടായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് ശേഷവും ഇവരിലേക്ക് എത്താൻ അധിക സമയം പോലീസിന് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നടക്കുന്ന ഒരു കൊലപാതകം നടന്നു എന്നുള്ളത് തന്നെയാണ്. ആലുവ അതുലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പല കുറ്റകൃത്യങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ്. ജിം സന്തോഷിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഈ ആലുവ അതുൽ എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഈ കാറിൽ വന്നവർ അല്ലാതെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും പുറത്തുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ പങ്കെടുത്ത പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നു. അമൃത. സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ച സംസ്ഥാന സർക്കാർ. മതാചാരങ്ങളിലെ ജുഡീഷ്യൽ അവലോകനം മതപണ്ഡിതന്മാരുമായും സാമൂഹിക പരിഷ്കർത്താക്കളുമായും കൂടിയാലോചിച്ച ശേഷമായിരിക്കണമെന്ന് സർക്കാർ. പൊതുതാൽപര്യ ഹർജിയിലൂടെ തീരുമാനമെടുക്കാനാകില്ല എന്നും സർക്കാരിന്റെ വാദം. ശബരിമല പ്രവേശനത്തിന് ആരെയും വിലക്കരുത് എന്ന മുൻ നിലപാട് പരാമർശിക്കാതെയാണ് സർക്കാരിന്റെ വാദങ്ങൾ. ശബരിമല യുവതി പ്രവേശനത്തിൽ ഇത്തവണ ഏറെ ജാഗ്രതയോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കേസിലെ 7 ഭരണഘടനാ വിഷയങ്ങളിൽ 17 പേജുകളിലായാണ് സംസ്ഥാന സർക്കാർ വാദം സമർപ്പിച്ചത്. മതാചാരങ്ങളിൽ ജുഡീഷ്യൽ അവലോകനം നടത്തുമ്പോൾ ആ മതത്തിലെ പണ്ഡിതന്മാരുമായും സാമൂഹിക പരിഷ്കർത്താക്കളുമായും കൂടിയാലോചിച്ചായിരിക്കണം. ഇവരുടെ അഭിപ്രായങ്ങൾ ഒരു നിഷ്പക്ഷ അധികാരി എന്ന നിലയിൽ വിലയിരുത്തിയ ശേഷം കോടതി തീരുമാനമെടുക്കണം. മതപരമായ ആചാരത്തിന്റെ പേരിൽ അതിഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ മതവിഭാഗത്തിൽപ്പെടാത്ത വ്യക്തിക്ക് അത് ചോദ്യം ചെയ്യാമെന്നും സംസ്ഥാന സർക്കാർ. രാജ്യത്തെ നിയമത്തെ അവഹേളിക്കുന്നതോ സാമൂഹിക മാന്യതയ്ക്കോ വിരുദ്ധമായ ഒരു കാര്യത്തെയും മതാചാരമെന്ന നിലയിൽ അംഗീകരിക്കാനാകില്ല എന്നും സർക്കാർ. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പൊതു താൽപര്യ ഹർജിയിലൂടെ തീരുമാനമെടുക്കാനാവില്ല എന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് ആരെയും വിലക്കരുത് എന്ന 2007 BS സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലെ ഭാഗം ഇത്തവണ സംസ്ഥാന സർക്കാർ ഒഴിവാക്കി. യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഈ വാദങ്ങളിലില്ല. സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുന്ന ഘട്ടത്തിൽ യുവതി പ്രവേശനത്തെ സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ടായാൽ ഇതേ സർക്കാരിന് നിലപാട് അറിയിക്കേണ്ടി വരും. ആർ അച്യുതൻ, 24, ഡൽഹി. രാജ്യത്തെ ഇന്ധന ലഭ്യതയിൽ ആശങ്ക വേണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം. പരിഭ്രാന്തിയെ തുടർന്നുള്ള LPG ബുക്കിംഗ് 88 ലക്ഷമായി ഉയർന്നെന്നും കേന്ദ്ര സർക്കാർ.
വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിന് മുൻഗണന സംസ്ഥാന സർക്കാരുകൾ തീരുമാനിക്കണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി. ഇന്ധന വിതരണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് പമ്പുകൾക്ക് പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശം നൽകി. രാജ്യത്ത് കഴിഞ്ഞ ദിവസം മാത്രം 88 ലക്ഷം LPG ബുക്കിംഗുകളാണ് ഉണ്ടായത്. ഇത് പരിഭ്രാന്തി മൂലം ഉണ്ടായതെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ലെന്നും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ പെട്രോളും ഡീസലും ആവശ്യത്തിന് ലഭ്യമാണെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. रिटेल आउटलेट्स पर कोई ड्राई आउट रिपोर्ट नहीं है, सफिशिएंट पेट्रोल और डीजल अवेलेबल है. हम अपनी आवश्यकता के अनुसार पर्याप्त पेट्रोल और डीजल देश में उत्पादन करते हैं और इसीलिए हमें कोई इंपोर्ट की भी आवश्यकता नहीं है. ഇതിനു പുറമെ ഇന്ധന വിതരണത്തിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് പമ്പുകൾക്ക് പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശം നൽകി. സുരക്ഷിതമല്ലാത്ത പാത്രങ്ങളിലും മറ്റും ഇന്ധനം വാങ്ങി സൂക്ഷിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ബുക്കിംഗ് ഇടവേളകൾ കൃത്യമായി പാലിക്കണമെന്നും പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശിച്ചു. കുടുങ്ങിക്കിടന്ന 24 കപ്പലുകളിൽ 2 LPG ടാങ്കറുകൾ ഹോർമൂസ് കടന്നെന്നും 46,000 ടൺ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരുന്നതായും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. കരിഞ്ചന്ത തടയാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ്. അതിനിടെ പഞ്ചാബ് ബർനാല ജില്ലയിൽ പാചകവാതക സിലിണ്ടറിനായി കാത്തുനിന്ന വയോധികൻ മരിച്ചു. 2 മണിക്കൂറോളം കാത്തുനിന്നതോടെ ഷഹന ഗ്രാമത്തിലെ ഭൂഷൺ കുമാർ മിത്തൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 24 ഡൽഹി. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനവുമായി ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. കുറ്റാരോപിതരെ മാറ്റി നിർത്തുമെന്ന പ്രിയങ്ക ഗാന്ധിയുടെ വാക്ക് നാടകമായിരുന്നുവെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ 24നോട്. ഇത്രയും ഈ കോൺഗ്രസിന്റെ അടുത്തുനിന്ന് ഞങ്ങൾക്കൊരു തിക്താനുഭവം ഉണ്ടായിട്ടും ലാസ്റ്റ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു പ്രിയങ്ക ഗാന്ധി പോലും ഞങ്ങളെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. NM വിജയൻ എന്ന് പറഞ്ഞ 50 വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു എന്ന് പറഞ്ഞുകൂടെ. ഈ വയനാട് കോൺഗ്രസ് കൊന്നു കളഞ്ഞ ആ മനുഷ്യന്റെ കുടുംബത്തിനോട് ഒരു പറഞ്ഞ വാക്കിനൊരു നീതി അവരെങ്കിലും പുലർത്തുന്നു ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വന്ന ആ പ്രസ്താവനയോടുകൂടി അതും നശിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ RJD സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ല എന്ന് KP മോഹൻ MLA. തീരുമാനം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒറ്റ പേരെ സംസ്ഥാന കമ്മിറ്റിക്ക് പോവുകയുള്ളൂ, അത് താനായിരിക്കില്ല എന്നും KP മോഹനൻ പറഞ്ഞു. ാണെങ്കിൽ മണ്ഡലം കൗൺസിൽ യോഗത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം KP മോഹൻ MLA മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, തുടരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ തന്നെയുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ അഭിപ്രായമാണ്, നല്ല അഭിപ്രായവുമാണ്. അതൊന്നും കൊണ്ടല്ല ഞാൻ ഇതാക്കിയത്. ഞാൻ മുമ്പേ തീരുമാനിച്ചതാണ്, ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചതാണ്. ഞാൻ ഈ പ്രാവശ്യം മത്സരരംഗത്തില്ല. എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, തീരുമാനമായിട്ടില്ല, അത് തീരുമാനിക്കേണ്ടത് മണ്ഡലം കമ്മിറ്റി. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷം G സുധാകരനെതിരെ വലിയ രൂക്ഷമായ വിമർശനങ്ങളാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ അമ്പലപ്പുഴയിൽ ഒരു വിശദീകരണ യോഗമൊക്കെ ആലപ്പുഴ പറവൂരിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് MM മണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരുന്നുണ്ട്. ഒരു പരിഹാസ രൂപത്തിലുള്ള ഒരു പോസ്റ്റാണ്, ഷൂധാകരൻ എന്ന് കളിയാക്കിക്കൊണ്ടുള്ളൊരു പോസ്റ്റാണ്. കാരണം MM മണി ഇടുക്കിയിലെ ഷൂ എന്ന് നേരത്തെ G സുധാകരൻ പത്രസമ്മേളനത്തിന്റെ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിയാണ് വലുത്, പുറത്തുപോയാൽ ഞാനും ഷൂ എന്നുള്ള ഒരു കമന്റ് കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.